ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ച് ഗോപി ആശാനും കുടുംബവുമാണ് പ്രസക്തം. സന്തോഷവുമായി അദ്ദേഹം തന്നെ അത് പറഞ്ഞത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബാധ്യത. അത് ഹനിക്കാൻ ഞാൻ തയ്യാറില്ല. ആരുടെയും രാഷ്ട്രീയ ബാധ്യത ഞാൻ ഹനിക്കും. ഈ പത്മശ്രീയൊക്കെ സംബന്ധിച്ചൊരു വിവാദത്തിന് ഒരു സത്യാവസ്ഥ പുറത്തു വന്നു. അതായത് ഗോപി ആശാൻ തന്നെ വെളിപ്പെടുത്തി. ഞാൻ അന്നേരവും ഒന്നും പറഞ്ഞില്ലല്ലോ, ഇപ്പോഴും ഞാനൊന്നും പറയില്ല. പറഞ്ഞത് സ്വകാര്യമായി പറഞ്ഞത് നമ്മുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കും. അങ്ങനെ സൂക്ഷിക്കും. അതുകൊണ്ടാണ് അതിപ്പം എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ഗോപി ആശാൻ കാണിച്ച മര്യാദ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കാണിക്കുമോ എന്ന് എനിക്കറിയത്തില്ല, ആ മാന്യത. കാരണം നിങ്ങളെല്ലാം അറിയേണ്ടത് വെറുതെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി വാചകമടിക്കരുത്. പക്ഷേ ഗോപി ആശാൻ അതിൻ്റെ മാന്യതയുടെ പാരമ്യതയാണ് പ്രകടിപ്പിച്ചത്. അദ്ദേഹത്തിന് ഞാൻ മറുപടി കൊടുത്തത് അങ്ങനെയും അല്ല, പക്ഷെ ആ മറുപടിക്കൊന്നും പ്രസക്തിയില്ല. സാധിക്കില്ല എന്നല്ല പറഞ്ഞത്. അതിന് ചില രീതികളുണ്ട്. അത് 2015 ശേഷം ആ രീതി എന്തൊക്കെ അഴിമതിയാണ് വരുത്തി വെച്ചതെന്ന് മനസ്സിലാക്കി ആ രീതി മാറ്റി ഇപ്പോൾ പുതിയ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു 11 അംഗ കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ മുമ്പിൽ ഞാൻ സെൽഫ് അഫിഡവിറ്റാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്ലൈ ചെയ്യാത്ത ആൾക്കാർക്ക് കിട്ടില്ല. കിട്ടും, ചില പാവങ്ങൾക്ക് ഇത് അറിഞ്ഞുകൂടാ. നിങ്ങൾ കാണുന്ന അയ്യോ ഇവർക്ക് പത്മശ്രീ കിട്ടിയത്, ഇവരെന്താണ് ചെയ്തത്, 10 ലക്ഷം മരം വെച്ചോ എന്ന് നിങ്ങളെ അതിശയിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ദേശീയ ആദരവ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ആ പ്രദേശത്തുള്ള ആൾക്കാർ ഇവർക്ക് കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യും. അപ്പോൾ അവരുടെ ഒരു അഫിഡവിറ്റ് അവിടെ രേഖപ്പെടുത്തും. എനിക്ക് ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇത് കിട്ടണമെന്ന് എനിക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമോ? ഇന്ന് വരെ